ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇന്നാണെങ്കിൽ എനിക്ക് അക്ഷയയിലൊക്കെ പോകേണ്ടതായിരുന്നു കേട്ടോ. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അക്ഷയയിൽ പോകണമായിരുന്നു. അപ്പോൾ അക്ഷയയിൽ പോകുന്ന ദിവസം നമുക്ക് പോയി കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും വരുമ്പോൾ ഒരുപാട് താമസിക്കും. മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. മീനും കിട്ടിയിട്ടില്ല, പച്ചക്കറി ഒന്നും ഇരിപ്പില്ല. അതുകൊണ്ട് കറിയൊന്നും വെച്ചിട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇരിപ്പില്ല. വരുന്ന വഴിക്കെങ്ങാനും എന്തെങ്കിലും മേടിച്ചിട്ട് വരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ദേ ഇന്നലെ ഇട്ടിട്ടുള്ള വീഡിയോയിലുണ്ടായിരുന്നേ വാട്ടക്കപ്പ എന്ത് ചെയ്യാനാണെന്നുള്ളത്. ഉണക്കി എടുത്തിട്ട് നമ്മൾ സാധാരണ പച്ചക്കപ്പ ചീനി കൊണ്ടുവന്ന് വേവിക്കത്തില്ല, അതുപോലെ വേവിച്ചെടുക്കാം. വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ചില ആളുകൾ അതിൻ്റെ കരിന്തൊലി ഉണ്ടല്ലോ, കരിന്തൊലി മാത്രം ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ടാണ് വെട്ടിയിട്ട് ഉണക്കുന്നത്. അത് കുറച്ചുകൂടി ഒന്ന് മെനക്കേടാന്ന് തോന്നുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വീണ്ടും അതിൻ്റെ തോല് വീണ്ടും നമ്മൾ ഉരിച്ചെടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കറി വെക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് പിന്നെ കുതിർത്ത് കഴുകി എടുത്ത് വേവിച്ചാൽ മാത്രം മതി. 2 ദിവസത്തെ വെയിലടിച്ചപ്പോൾ തന്നെ ഒരുവിധം വാടിയിട്ടുണ്ട്. പിന്നെ തീരെ ചെറുതായിട്ടാണ് നമ്മൾ കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാടാൻ പാടൊന്നുമില്ലായിരുന്നു കേട്ടോ. ഉള്ള വെയിൽ കിടന്ന ആൾ വാടിയിട്ടുണ്ട്. 2 ദിവസവും കൂടെ ഒന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ബക്കറ്റിലൊക്കെ ഇട്ട് മാറ്റി വെക്കാം. ചക്കയും ഇതുപോലെ നമ്മൾ ഉണക്കിയെടുക്കാറില്ലേ? ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്തവർ ചക്കയും കൂടെയൊക്കെ ഒന്ന് ഉണക്കി നോക്കുക കേട്ടോ. ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് എടുക്കാം. മരച്ചീനി പിന്നെ എപ്പോഴും ഉണ്ടല്ലോ. പിന്നെ ചക്ക ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ചക്ക ഉണക്കി വെച്ച് കഴിഞ്ഞാൽ എടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഉണക്കിയെടുക്കുക, വെള്ളത്തിലിട്ട് കുതിർക്കുക, വേവിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചക്കയും കൂടെയൊക്കെ ഒന്ന് ഉണക്കിയെടുത്ത് വെച്ച് നോക്കണേ. അപ്പോൾ ദേ ഞാൻ അക്ഷയയിൽ പോയി കാര്യമെല്ലാം നടത്തിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ പച്ചക്കറിയും മേടിച്ചിട്ടുണ്ട്, അതുപോലെ മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീൻ വാപ്പ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെങ്കലവയാണ് 2 1/2 കിലോ. അപ്പോൾ അത്യാവശ്യം വലിയ ചെങ്കലവയായിരുന്നു കേട്ടോ. ഇത് 1/2 കിലോയാണേ. അപ്പോൾ പച്ചക്കറി മേടിച്ചിട്ട് ഒത്തിരി ദിവസമായി. അങ്ങനെ പച്ചക്കറിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനുണ്ടല്ലോ അവിയലും വെക്കാമെന്ന് വിചാരിച്ചു. മീൻകറിയും വെച്ച്, പിന്നെ പപ്പടം ഇരിപ്പുണ്ട്. അപ്പം പപ്പടവും കൂടെ കച്ചാം. പിന്നെ സാമ്പാർ വെക്കണം കേട്ടോ. സാമ്പാർ വൈകുന്നേരം, അതായത് പിറ്റേന്ന് നാളെ രാവിലേക്ക് വേണ്ടിയിട്ടുള്ള. ഇത് ഇന്നലത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്നലെ ഇട്ടത് നമ്മൾ 2 ദിവസം മുന്നേ എടുത്തിട്ടുള്ള വ്ളോഗായിരുന്നേ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം സാമ്പാർ വെക്കാമെന്ന് ചോദിച്ചാൽ കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കൂടെ മാറ്റിയിട്ടാണ് ഞാൻ പച്ചക്കറി ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത് നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണമല്ലോ. അപ്പം രാവിലെ അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം എടുത്തിട്ട് കറി വെക്കാമല്ലോ. അപ്പോൾ രാവിലത്തെ കാപ്പിക്കും കൂടി വേണ്ടിയിട്ടാണ് സാമ്പാർ വെക്കുന്നത്. വൈകുന്നേരം പാപ്പാക്ക് പുട്ടോ ഗോതമ്പിൻ്റെ ചപ്പാത്തിയോ ഒക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ മീൻകറി തികയത്തില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പുളി വെക്കാനാട്ടെ, മുളക് ചാറ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്തു, വൈകുന്നേരം സാമ്പാറിനും കൂടെ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിയലിൻ്റെയും സാമ്പാറിൻ്റെയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അനിയത്തി ഇവിടെ വെള്ളം കോരി ചരുവത്തിൽ നിറച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമുക്ക് 2 ദിവസം മുന്നേ ലൈനിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടാങ്കിലല്ലേ വെച്ചേക്കുന്നത്. മുറ്റം മൊത്തം ടാങ്കും കന്നാസും ഒക്കെയാണ് കേട്ടോ നമ്മുടെ. അതുകൊണ്ടാണ് ഇനിയും ഫ്രണ്ട് വശമൊന്നും കാണിക്കാൻ പറ്റാത്തത്. മൊത്തം നിരത്തി വെച്ചേക്കുമല്ലോ ആക്രിക്കട പോലെ. ടാങ്കും അതുപോലെ കന്നാസും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് വെള്ളം നമ്മൾ അകത്തോട്ട് ആവശ്യത്തിന് കൊണ്ടുവയ്ക്കും. കിണറിൽ വെള്ളം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കിണറിൽ 2 ദിവസം മഴ പെയ്തപ്പോഴത്തേക്കും നമുക്ക് ആ മഴവെള്ളം കിട്ടും. പിന്നെ ഊറുന്നുണ്ട് കേട്ടോ കിണർ. നമ്മൾ അങ്ങ് വരണ്ട് കിടക്കുന്ന കിണറൊന്നുമല്ല, ചിരിച്ചേ ഊറും. അപ്പം നമുക്ക് കുടിക്കാനായിട്ട് കോരിയെടുത്താൽ കലങ്ങാതെ കിട്ടും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കിണറിൽ വെള്ളമായിട്ടില്ല. നല്ല മഴയൊക്കെ ആവുമല്ലോ, നല്ല മഴയൊക്കെ പെയ്യുമ്പോഴേ നമ്മളെ കിണറിൽ വെള്ളം, അത് ആറ്റിലും തോട്ടിലും ഒക്കെ വെള്ളം നിറയുന്ന സമയത്താണ് നമ്മുടെ കിണറിൽ വെള്ളമാവുന്നത്. അല്ലാണ്ട് മഴവെള്ളം കിട്ടുമെന്ന് പറയുന്നത് നമ്മൾ ഈ മഴവെള്ള സംഭരണി വെച്ചത് കൊണ്ട് മഴവെള്ളം പാഴി പോകത്തില്ല. അത് നേരെ കിണറിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടും കേട്ടോ. അല്ലാണ്ട് ഉള്ള വെള്ളമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് ഉമ്മച്ചിയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ തോലൊക്കെ കളഞ്ഞ് തന്നു കേട്ടോ. പച്ചക്കറി ഈ അവിയലിനിടുന്നതും സാമ്പാറിനിടുന്നതും ഒരേ കഷ്ണങ്ങളായതുകൊണ്ട് ഇവിടെ ഉള്ളിയും കൂടെ ഇടുമായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളി ഇടത്തില്ല എന്നുള്ളൊരു കമൻ്റൊക്കെ കണ്ടതുകൊണ്ട് ഞാനതങ്ങ് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. ഉള്ളി ഇടാറുണ്ട്. ചില നാടുകളിൽ പാവയ്ക്ക ഇടാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്.
ഞാൻ എന്തായാലും ഉള്ളി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യമല്ല. അപ്പോൾ കുറച്ച് നാളുകൊണ്ട് അവിയൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആ കമൻറ്റ് ഓർക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ളി ഇടാറില്ല. പിന്നെ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടിയിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കറിയൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ പഴയ ആളുകളൊന്നും കാണുന്നില്ല എന്തോ കേട്ടോ. അവരെയൊന്നും കാണുന്നില്ല, ഇപ്പം കമൻറ്റിലൊന്നും കാണുന്നില്ല. ബിസിയാണോ എന്നറിയത്തില്ല, വല്ല തിരക്കാണോ എന്നറിയത്തില്ല. പിന്നെ വെക്കേഷൻ സമയമൊക്കെ അല്ലേ, എല്ലാവരും ട്രിപ്പൊക്കെ പോയിട്ടൊക്കെ ഇരിക്കുകയാണോ ഒന്നും അറിയത്തില്ല. പിന്നെ കുറച്ച് പപ്പടം കൂടെയൊക്കെ കാച്ചിയെടുത്തിട്ടുണ്ട്. നമ്മളെ ഷോർട്ട് കാണാത്തവരൊക്കെ കാണണം കേട്ടോ. ഈ ലോങ് വീഡിയോസ് കാണാൻ ചില ആളുകൾക്ക് താല്പര്യം കാണത്തില്ല. അത്രയും സമയം ഇരുന്ന് കാണണ്ടായോ. ഞാൻ ഒരുപാട് സമയമുള്ള വീഡിയോ ഒന്നും എടുക്കാറില്ല. ഇപ്പം മാക്സിമം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് 7 മിനിറ്റ്. അത് സ്റ്റോറേജിൻ്റെ പ്രശ്നം കൂടെ കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ലോങ് ആക്കാത്തത് കേട്ടോ. എനിക്കങ്ങനെ സ്റ്റോറേജ് കിട്ടത്തില്ല. ചില സമയങ്ങളിൽ സ്റ്റോറേജ് പ്രശ്നം വരും. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരുപാടങ്ങ് നീട്ടി വീഡിയോ എടുക്കാറില്ല. അതുകൊണ്ടാണ് കൂടുതൽ ഷോർട്ടായിട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ കറിയും കാര്യങ്ങളും ഒക്കെ വെച്ച് അവിയലൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പടവും കൂടെ ഒക്കെ കാച്ചിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അക്ഷയയിലൊക്കെ പോയി വന്നതിന് ശേഷം 11 മണിയായിട്ടോ ഞാൻ കയറി വന്നപ്പോഴത്തേക്കും. 11 മണിക്ക് ശേഷമാണ് വീട്ടുജോലിയെല്ലാം കഴിഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.